അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു അബ കിച്ചൻ ഫാമിലിയിലേക്ക് പുതുതായിട്ട് കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീടൊന്ന് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മളെ വീട് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഹോം ടൂർ ചെയ്യാൻ മാത്രമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു വീടാണ്. എനിക്കതാണ് ഇഷ്ടം. ഒരുപാട് വാരി വലിച്ച ഫർണിച്ചറും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. വളരെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെയാണ് ഞാൻ എൻ്റെ വീടിനെ പ്ലാൻ ചെയ്തെടുത്തത്. ഫുള്ളി എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വിട്ടു തന്നതാണ് എൻ്റെ വീട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഓരോ പണികളും കഴിപ്പിച്ചിട്ടുള്ളത്. ഓരോ സ്ഥലവും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട സ്പേസാണ് എൻ്റെ വീട്ടിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്സ് റൂമാണ് ഫസ്റ്റ് കണ്ടത്. അതിന് ശേഷമുള്ളത് മാസ്റ്റർ ബെഡ്റൂം, പിന്നെ ഡൈനിങ് ഏരിയ, പിന്നെ ലിവിങ് ഏരിയ, അത്രയേ ഉള്ളൂ. പിന്നെ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ലിവിങ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോഴത്തെ ഓരോ വീട് കാണുമ്പോൾ ഈ ഒരു വീടിന് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ അതേ ചോയ്സ് ഉള്ള ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ വിചാരിക്കും പലർക്കും അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. പക്ഷേ ഒരുപാട് എനിക്കിപ്പോൾ വാട്സപ്പിൽ വരുന്നത് വീട്ടിൻ്റെ എൻക്വയറിയാണ്. അപ്പോൾ ഇതാ നേരെ വാഷ് ബേസ് ആട്ടോ. വാഷ് ബേസ് സെപ്പറേറ്റ് ആണ്. എനിക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് വാഷ് ബേസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. പിന്നെ 2018 ഞാൻ വീട്ടിൽ കൂടിയത്. ആ ഒരു സമയത്ത് ചെയ്ത പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് മകളുടെ കല്യാണത്തിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാം. ആ ഒരു സമയത്ത് ഞാൻ ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതും എനിക്ക് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം വളരെ സാമ്പത്തിക ഭദ്രത വളരെ കുറവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരെ മക്കളെ എങ്ങനെ ചേർത്ത് നിർത്താം. ഇപ്പോഴത്തെ പല റീൽസും പല പോസ്റ്റും ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷന് ഭയങ്കര ഗ്രാൻഡായിട്ട് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. ഓക്കെ, നമ്മൾക്കത് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ മക്കൾക്കെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. ചില കുട്ടികൾ വളരെ ചെറുത്, ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സെത്തിയ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ ചെറുതിലുള്ള കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, 2.5-3 വയസ്സുള്ള. പിന്നെ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള അതിൻ്റെ ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതിൻ്റെ മുമ്പത്തെ ബർത്ത്ഡേ ഒക്കെ ഉപ്പമാർ നല്ലപോലെ ആഘോഷിച്ചിട്ട് പിന്നെ അടുത്ത ബർത്ത്ഡേക്ക് ആ ഒരു ഫാദർ ഇല്ല എന്ന് പറയുമ്പോൾ നെഞ്ച് പൊട്ടുന്ന വേദനയായിരിക്കും. പക്ഷേ മക്കളെ സന്തോഷിപ്പിക്കുകയും വേണം. നമ്മളെ വേദന അവർക്ക് ഈ 2.5-3 വയസ്സുള്ള കുട്ടികൾക്കൊന്നോ 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഒരിക്കലും പിന്നെ ഒരു മരണത്തിനെ പറ്റി അവർക്ക് അറിയില്ല. നമ്മളെ ഫാമിലി ഒരാൾ വിട്ടുപോയാൽ അത് എന്നേക്കുമായി പോയതാണെന്ന് അവർക്ക് ആ ഒരു പ്രായമല്ലല്ലോ ഉൾക്കൊള്ളാനുള്ള. പക്ഷേ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മക്കൾക്ക് വേദനിക്കുമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് വന്നൊരു വളരെ സിമ്പിളായിരിക്കണം, പക്ഷേ മക്കൾക്ക് ഹാപ്പി ആവുകയും വേണം. അപ്പോൾ അതിനുള്ള റെസിപ്പി ആട്ടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ. കാരണം കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് എനിക്ക് 3-4 ദിവസം തീരെ വയ്യാണ്ട് ഞാൻ കിടന്നെടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും ഈ ഒരു വോയിസാണ് എന്നെ എഴുന്നേൽപ്പിച്ചതും കിച്ചണിലേക്ക് നയിച്ചതും ഈ വയ്യാണ്ട് ഞാൻ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ഹാപ്പി ആവട്ടെ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു എല്ലാ ഐറ്റംസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയിൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞു എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾ ഷെയർ ആക്കിക്കോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഷെയർ ആക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തിന് ഇന്നേപോലെ ചെയ്തിട്ട് നിങ്ങളെ മോനെ നിങ്ങൾ ഹാപ്പിയാക്കി വെച്ചോ എന്നുള്ളത്. അപ്പോൾ അതുപോലെ അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പലരും പല സങ്കടങ്ങളും പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ എന്ത് പറയുമ്പോൾ അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് റെസിപ്പി നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലല്ലോ, പറയാൻ സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാനില്ലേ അതിനിടയിൽ എൻ്റെ മോൾക്കുള്ള ഹോസ്റ്റലിലേക്ക് കൊടുത്തയക്കണം കുറച്ച് അവിലല്ല എള്ളും അരിയുമാണ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാനൊന്ന് തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇതായിരിക്കെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഹോസ്റ്റലിലെ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ മുടി കൊഴിച്ചിലുള്ള കുട്ടികളാണെങ്കിൽ നല്ലതാണ്. പിന്നെ അവർക്ക് ഇത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ അവൾ ഹോസ്റ്റലിൽ നിന്ന് വന്നാൽ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ അവൾ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇത് അരിയും എള്ളും കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക. എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്കാക്കി ബോൾസാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കട്ട്ലേറ്റിന് എടുത്തത് 1 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് എത്രത്തോളം ഉരുളക്കിഴങ്ങ് എടുക്കുന്നോ അത്രയും ചിക്കൻ എടുക്കണം. എന്നാൽ ആ ഒരു കട്ട്ലേറ്റ് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബർഗർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കട്ട്ലേറ്റ് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ നൂഡിൽസ്, കുട്ടികൾ എപ്പോഴും ഫേവറേറ്റ് നൂഡിൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 82 രൂപയുടെ ഒരു പാക്കറ്റ് നൂഡിൽസ് ആയിട്ടാണ് വരുന്നത്. ഞാൻ പറയുന്ന ഈ ഒരു സംഭവം എനിക്കൊന്ന് 800 രൂപക്ക് ആയി കിട്ടുന്നത്. നമുക്കൊരു സാധാരണ കേക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു 800 രൂപ വേണം. അപ്പോൾ കേക്ക് മാത്രം പോരല്ലോ. അപ്പോൾ കേക്കിനെക്കാട്ടും കുറച്ചും കൂടി വീട്ടിലുള്ള ആൾക്കാർക്കെല്ലാം വയറ് നിറയെ കഴിക്കുകയും ചെയ്യുക. മക്കൾക്ക് ഒന്നും കൂടി മനസ്സ് നിറയും. കേക്ക് വേണമെങ്കിൽ അതിനോടൊപ്പം കേക്കും വെക്കാം. എല്ലാം കൂടി ഒരു 1000-നുള്ളിൽ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവരുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ.
അതുതന്നെയാണ് ഈ ഒരു റെസിപ്പിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ കട്ട്ലേറ്റ് ഇപ്പുറത്ത് ചീനച്ചട്ടിയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നൂഡിൽസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം ക്രീമി നൂഡിൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ബട്ടർ ഇട്ട് അതിലേക്ക് ഗാർലിക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബട്ടർ 50 രൂപയുടെ ബട്ടറാണ് ഇത് വരുന്നത്. പക്ഷേ ഈ ഒരു സമയത്തിൽ 2 സ്പൂൺ മൈദ ഇട്ടിട്ട് ഒരു വൈറ്റ് സോസ് ആക്കി എടുത്താൽ മതിയേ. അപ്പോൾ ഞാനിവിടെ എൻ്റെ മക്കൾക്ക് ഫ്രഷ് ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അവർ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിൽ സ്റ്റോക്കും ഉണ്ട്, പിന്നെ ഡേറ്റ് കഴിയാനായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഞാൻ മന്ത്ലി സാധനം എടുക്കുമ്പോൾ ഒരു ഫ്രഷ് ക്രീമും ഒരു ബട്ടറും എടുത്തവിടെ വെക്കും, എപ്പോഴെങ്കിലും എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വന്നൊരു ഫ്രഷ് ക്രീമാണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിടത്തത് വൈറ്റ് സോസാണ്, മൈദ 2 സ്പൂൺ മൈദ ഇട്ടിട്ട്. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഈ ഫ്രഷ് ക്രീമിനാക്കാട്ടെ. ഫ്രഷ് ക്രീം ഭയങ്കര മസ്തായിരിക്കും നമുക്ക് കഴിച്ചാൽ. പക്ഷെ എൻ്റെ മക്കൾക്ക് എന്തോന്നറിയില്ല, ഈ ഫ്രഷ് ക്രീമിൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പൗഡർ അത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. നമ്മൾ വെളുത്തുള്ളി ഇട്ടിനല്ലോ, അപ്പോൾ അതിൻ്റെ എന്താണ് ആവശ്യകത ഇല്ല. ഇനി വേണേക്ക് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു നൂഡിൽസ് വേവിച്ച കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് സോസ് ആണെങ്കിൽ മൈദ ഇടാം, മൈദ ഒന്ന് ബട്ടറിൽ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു നൂഡിൽസ് വേവിച്ച വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതെല്ലാം ഓപ്ഷനിലാണേ. ഇതും ഞാൻ അവരുടെ അടുത്ത് പറയും, ഇതൊന്നും ഇപ്പോൾ 120 രൂപയുണ്ട് ഈ ഒരു മയണൈസിന്. ഇത് നമ്മൾ ഹനാൻ ഷാൻ്റെ വ്ളോഗ് കണ്ടിട്ട് എൻ്റെ മക്കൾ വാങ്ങിക്കൊണ്ടാത്തൊരു സംഭവമാണിത്. പക്ഷേ ഒട്ടും എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഭയങ്കര പുളിപ്പ് ടേസ്റ്റാണ് ഇതിനുള്ളത്. പക്ഷേ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ കഴിയാത്ത എസ്സലാണെങ്കിൽ ബ്രെഡിൽ ഈ ഒരു മയണൈസ് വെച്ചിട്ട് ഒരു മുട്ട ഓംലേറ്റ് അടിച്ച് വെച്ചോ അല്ലെങ്കിൽ മുട്ട ബുൾസയോ ഒക്കെ ആക്കി വെച്ചിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇത് ഒറിഗാനോ അങ്ങനെ കഴിക്കുക. അല്ലാണ്ട് ആ ഒരു മയണൈസ് ഈ നൂഡിൽസിലൊന്നും ഇട്ടിട്ട് വെറുതെ വഷളാക്കുന്നതാണ്. ഇതെൻ്റെ കുട്ടികളെ റെസിപ്പിയാണ്. ഞാൻ നൂഡിൽസ് കഴിക്കില്ല, അതുകൊണ്ട് അവരിഷ്ടത്തിനനുസരിച്ചിട്ടാണ് ആക്കി കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ നൂഡിൽസൊന്നും. അപ്പം ഞാൻ എപ്പോഴും നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കറിയാം. അപ്പോൾ ചീസ് ഭയങ്കര ക്രീമി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചീസിന് എനിക്ക് തോന്നുന്നു ചീസെല്ലാം ഓപ്ഷനിലാണ്, വേണം അല്ലെങ്കിൽ മൊസറല്ല ചീസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിപ്പം പറയും ഓ ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ നിന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത്. സാധാരണ നമ്മൾ കുട്ടികളുടെ മനം കവരുകയും വേണം, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുകയും വേണം. ഇപ്പോൾ നമ്മളൊരു ബിരിയാണി വെക്കുന്നതാണ് എത്രയോ ചിലവുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഈ ബിരിയാണി റൈസ് ഐറ്റംസിനോട് വലിയ ഇഷ്ടം കാണുന്നില്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കാര്യം. നമുക്കൊക്കെ ഒരു ബിരിയാണി അന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് പെരുന്നാളല്ലേ, അന്ന് നമുക്ക് എപ്പോഴാണ് ബിരിയാണി ഒരു പൊറോട്ട ഇറച്ചിയൊക്കെ കിട്ടുന്നത് വളരെ അപൂർവങ്ങളിലല്ലേ വീടുകളിൽ കിട്ടിയിട്ട് നമ്മളെ കുട്ടിക്കാലത്തെ ഒരു 5-6 വയസ്സ്. ഞാൻ ഇത്താത്തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഇഷ്ടംപോലെ പുതിയ ആപ്പിളാർ വരുമ്പോൾ സൽക്കാരം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പറഞ്ഞ് ഞാൻ എവിടെയൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നൂഡിൽസ് അതിലിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതും പോരാന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ സെപ്പറേറ്റ് വേറെ പിന്നെയും ക്രീം ഉണ്ടാക്കിന്. അതിൻ്റെ കഥ ഞാൻ പറയാം. അപ്പോൾ ഇത് നമ്മളെ ബർഗറിലേക്ക് വെക്കാനുള്ള മയണൈസിൻ്റെ പാല് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുത്തല്ല, കുറച്ച് വിനീഗർ ഇട്ട് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒക്കെ തലതിരിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് വീണ്ടും ക്രീം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇവർ. വൈറ്റ് സോസിൻ്റെ ക്രീം അതിലേക്കാണ്. ഞാനിടുമ്പോൾ ഓവറായിട്ട് നൂഡിൽസ് ഇട്ട് പോയി എന്നുള്ളത്. അപ്പോൾ ക്രീമിന് ഇവർക്ക് ഭയങ്കര ഇങ്ങനെ ക്രീമി ആയിട്ടുള്ള നൂഡിൽസ് ഭയങ്കര ഇഷ്ടം അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ ക്രീമി ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് തലക്ക് ഭ്രാന്ത് വരും. എന്നെക്കൊണ്ടൊരു 2 ബൈറ്റ് അതിൽ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കായതുകൊണ്ട് വെജിറ്റബിൾ അധികം വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരെടുത്ത് കളയുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് ഗീയിലേക്ക് സേമിയ ഇട്ടിട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ മാത്രമാണ് പൊട്ടിച്ച് വെച്ചത്. വളരെ നേരിയ സേമിയ, ചെറിയൊരു പാക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ 20 രൂപക്ക് കിട്ടുന്ന ആ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. വറുത്ത സേമിയ കിട്ടും. എന്നിട്ട് ഒരു പാക്കറ്റ് പാൽ 30 രൂപ. അപ്പോൾ 50 രൂപക്ക് പോട്ടെ, ഒരു 70 രൂപക്ക് നല്ല അടിപൊളി പായസമായി. ഒരു 6 ഗ്ലാസ് പായസം സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയും മതി. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിലെ ആൾക്കാർ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് മാത്രം ഓവറായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടായി വെച്ചിട്ട് പിന്നെ നാളെയും മറ്റന്നാളാക്കിയിട്ട് കഴിക്കാനുള്ള പാകത്തിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ബന്ന് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ചീസ് വേണേൽ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളെ ബർഗറിൽ. അപ്പോൾ ചീസ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ലാസ്റ്റിലേ ചൂടാക്കേണ്ടു. കാരണം ചീസ് ഒന്ന് മെൽട്ടാണല്ലോ. നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മയണൈസാണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞത് കുട്ടികൾക്ക് ഓയിൽ ഉപയോഗിച്ചുള്ള മയണൈസ് നിങ്ങൾ കൊടുക്കരുത്. എത്ര വയ്യെങ്കിൽ ഇത് ക്വാണ്ടിറ്റി കുറവായിരിക്കും. 30 രൂപയുടെ ഒരു പാലിന് അടിച്ചാൽ അത്രക്കാരൊന്നും നമുക്ക് മയണൈസ് കിട്ടില്ല. പക്ഷേ ഹെൽത്ത് വൈസ് ഇതാണ് നല്ലത്. ഇനിയിപ്പോൾ 2 പാക്കറ്റ് പാലെടുത്തോ അല്ലെങ്കിൽ 3 പാക്കറ്റ് പാലെടുത്തോ ഓയിലിന് വലിയ വില കുറവൊന്നും ഇല്ലല്ലോ.
അപ്പോൾ എന്താണ് ബർഗർ, നൂഡിൽസ്, വൈറ്റ് നൂഡിൽസ്, പിന്നെ സെമി പായസത്തിൽ നമ്മൾ കാഷ്യൂസും അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല, മക്കളുടേതായതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും പോരെ ഒരു കുട്ടി സന്തോഷിക്കാനായിട്ട്. അൽഹംദുലില്ലാ അങ്ങനെ ആ ഒരു കുട്ടി നല്ല ഹാപ്പി ആയിട്ട് ബർത്ത്ഡേ പരിപാടികളൊക്കെ ആഘോഷിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ കിഡ്സ് റൂം വീട് പണി എടുക്കുന്ന ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്, പക്ഷേ എനിക്കതൊന്നും അറിയില്ല. ഒന്നാമത് എൻ്റെ വീട് പണി കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും ആയതുകൊണ്ട് എന്നോട് എല്ലാം ടച്ച് വിട്ട് പോയിട്ടുണ്ട്, എനിക്കെല്ലാം മറന്നു പോയിട്ടുണ്ട്. ബില്ല് കാര്യങ്ങളൊക്കെ എത്ര റേറ്റായി, നിങ്ങളെ ഇൻറ്റീരിയറിന് എത്ര റേറ്റായി, ഇപ്പോഴും അത് തന്നെയാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ എങ്ങനെയാണ് ചെയ്തത്, ഫർണിച്ചർ നമ്മൾ ചെയ്തതല്ല, ഇവിടുന്ന് ഇൻറ്റീരിയർ ചെയ്തതാണ്, അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബാക്കി ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ഡൈനിങ് ടേബിൾ വാങ്ങിച്ചതാണ്, അത് നമ്മൾ ചെയ്യിച്ചതല്ല. പിന്നെ എന്താണ് ലിവിങ് ഏരിയയിലുള്ള ആ ഒരു സോഫ അത് നമ്മൾ വാങ്ങിച്ചതാണ്. ബാക്കി ബെഡ്റൂമിലതാണ് കംപ്ലീറ്റ് 2 ബെഡ്റൂമിലെ കാര്യങ്ങൾ നമ്മൾ ഇൻറ്റീരിയർ ചെയ്താണ്. പിന്നെ അപ്സ്റ്റെയറിലൊന്നും ചെയ്തിട്ടില്ല. അത് കുട്ടിക്ക് നമുക്കിവിടെ ഒരു ചടങ്ങുണ്ട് തലശ്ശേരി സൈഡിലൊക്കെ, കല്യാണം കഴിക്കുമ്പോൾ മക്കൾക്ക് അറയാക്കിയിട്ട് കൊടുക്കാറില്ല പുതിയാപ്പിളാരുടെ. അപ്പോൾ ആ ഒരു ചെയ്യേണ്ടതുകൊണ്ട് 2 മക്കൾ റൂം കാലിയാക്കി ഇട്ടിട്ടുള്ള അത് ചെയ്തിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോളിപ്പോൾ ഡിഗ്രി ആയി, ഇപ്പോൾ ഇൻഷാ അല്ലാഹ് കല്യാണ സമയത്തൊക്കെ ആ ഒരു ഇത് ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്ത് എനിക്ക് ചാനലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാത്തേ നമുക്കെല്ലാം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.